യമനിൽ തടങ്കലിലുള്ള നിമിഷപ്രിയയുടെ മോചനത്തിൽ പുതിയ പ്രതിസന്ധി. പ്രീ നെഗോസിയേഷൻ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്നതിനാൽ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ബ്ലഡ് മണി ചർച്ചകൾക്കായി പ്രീ നെഗോസിയേഷന് $40,000 വേണമെന്നാണ് യമനിൽ നിന്ന് സാമുവൽ ജെറോമും അവിടുത്തെ അഭിഭാഷകനും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ദീപ ജോസഫും ബാബു ജോണും ആവശ്യപ്പെടുന്നത്. ഇതാണ് പ്രതിസന്ധിയാകുന്നത്. 38 ലക്ഷത്തിലധികം വരുന്ന തുക സാമുവലും അഭിഭാഷകനും ചേർന്ന് തുടങ്ങുന്ന അക്കൗണ്ടിലേക്ക് അയക്കണമെന്നായിരുന്നു ആദ്യ ആവശ്യം. 38 ലക്ഷം പ്രീ നെഗോസിയേഷന് നൽകിയാൽ നിമിഷയുടെ മോചനം ഉറപ്പാകുമോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇതോടെ പണപ്പിരിവ് പ്രതിസന്ധിയിലായി. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴും വ്യക്തതയില്ലാത്ത പണപ്പിരിവുമായി സഹകരിക്കില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിമിഷ കേസ് അടയാളപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതിനാലാണ് തീരുമാനമെന്ന് അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ വിശദീകരിച്ചു. ആക്ഷൻ കൗൺസിൽ അക്കൗണ്ട് മാറ്റി നിർത്തി ചിലർ സ്വന്തം അക്കൗണ്ട് വഴി പണം പിരിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. ഇക്കാര്യം പൊതുസമൂഹം മുമ്പാകെ വ്യക്തമാക്കാൻ കഴിഞ്ഞ 15-ന് ചേർന്ന യോഗം തീരുമാനിച്ചതായും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. നഷ്ടപരിഹാരം സ്വീകരിക്കാമെന്ന് ഇരയുടെ കുടുംബം വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നെഗോസിയേഷൻ പണം എന്തിനാണെന്നാണ് ഉയർത്തുന്ന ചോദ്യം. ചർച്ചകൾക്ക് പോകുമ്പോൾ ഗോത്രത്തലവന്മാർക്ക് മെഷീൻ ഗണ്ണും ലാൻഡ് റോവറുമൊക്കെ സംഘടിപ്പിക്കാൻ പണം വേണം എന്നാണ് മറുപടി. ഒപ്പം മാസങ്ങളോളം കുടിൽ കെട്ടി കാവ കുടിക്കാനാണെന്നും യമനിലുള്ളവർ പറയുന്നത്രേ. എന്നാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ഇത് കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യാജ അക്കൗണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഇതിന് പിന്നിലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇവർ പണം ആവശ്യപ്പെടുന്ന അഭ്യർത്ഥന വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് അനധികൃത പണപ്പിരിവ് നടത്തുന്നതിൽ നിന്ന് സംഘടനകളും വ്യക്തികളും പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ലാത്തപക്ഷം നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ ഔദ്യോഗിക അക്കൗണ്ട് വിവരങ്ങളും പങ്കുവച്ചു. ഈ അക്കൗണ്ടിലേക്കല്ലാതെ അയക്കുന്ന സംഭാവനകൾ സംബന്ധിച്ച പരാതികൾക്ക് സംഘടന ഉത്തരവാദിയല്ലെന്നും വ്യക്തമാക്കി. നെന്മാറ MLA K ബാബു, കൗൺസിലിലെ മുതിർന്ന അംഗം മൂസ, കൗൺസിൽ ട്രഷറർ മുഹമ്മദ് കൂരാച്ചുണ്ട് എന്നിവരുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരം തർക്കങ്ങൾക്ക് കാരണം പ്രീ നെഗോസിയേഷൻ തുകയെക്കുറിച്ചുള്ള 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ.